പരമ്പരാഗതമായി കണിച്ചട്ടി നിർമ്മാണം നടത്തുന്ന കാസർഗോഡ് മടിക്കയിലെ എരികുളം ഗ്രാമത്തിലെ മൺപാത്ര നിർമ്മാണത്തെക്കുറിച്ചാണ് ഇനിയുള്ള റിപ്പോർട്ട്. ഈ വിഷുക്കാലത്ത് 40,000-ഓളം കണിച്ചട്ടികളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. വിഷു ആഘോഷങ്ങൾക്ക് നിറപ്പകിട്ടാകാൻ കണിച്ചട്ടി നിർമ്മാണ തിരക്കിലാണ് കാസർഗോട്ടെ മടിക്കയിലെ എരികുളത്ത് ഗ്രാമം. വിഷുക്കാലത്ത് കണിച്ചട്ടി നിർമ്മാണത്തിൻ്റെ തിരക്കിലായിരിക്കും എരികുളം ഗ്രാമത്തിലെ മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാക്കിയവരുടെ വീടുകൾ. പുതിയ കാലത്ത് ഓരോ വിഷുക്കാലവും അതിജീവനത്തിൻ്റെ ആകുമ്പോഴും മൺപാത്ര നിർമ്മാണ തൊഴിലാളി ആയതിൻ്റെ അഭിമാനം ഒട്ടും ചോർന്നു പോയിട്ടില്ല എരികുളത്തെ കൃഷ്ണന്. പണ്ട് മുതലേ അച്ഛനെല്ലാം ചെറിയ പ്രായത്തിലെ പഠിപ്പിച്ചു വന്നു. പിന്നെ അങ്ങനെ കുറച്ച് പണി പഠിച്ചു. പിന്നെ ഇപ്പോൾ ഒരു 10-65 വയസ്സോളം ആകുമ്പോൾ പണി ഏകദേശം ഇപ്പോൾ കഴിയാതായിപ്പോയി. ഇപ്പോൾ ഈ കുറി വലിച്ച ചട്ടിക്ക് വിഷുക്കാലം പ്രധാനമാണ്. പണ്ടേ അതെ. ഇതിനെ കൊണ്ട് തന്നെ ജീവിക്കുന്ന വീട് നാട്ടിൽ കുറേ ഉണ്ട്. കുട്ടികളെ പഠിപ്പിക്കലും എല്ലാം ഈ പാത്രത്തോണ്ടാണ്. വേറെ വരുമാനമോ കാര്യമൊന്നും നമ്മൾക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനെ കൊണ്ട് തന്നെ മുന്നോട്ട് പോരും. ഇതുവരെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടുമില്ല. ഇന്നും കഴിയുന്നവരെ ഈ തൊഴിൽ തുടരുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. മൺപാത്ര നിർമ്മാണം ഉപജീവനമാർഗമാക്കിയ 200ഓളം കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. പ്രതിസന്ധി കാലത്തും മൺപാത്ര നിർമ്മാണത്തെ മുറുകെ പിടിക്കുന്ന ഇവർ വിഷു വിപണി ലക്ഷ്യമിട്ട് ഇത്തവണ 40,000-ഓളം കണിച്ചട്ടികളാണ് ഈ ഗ്രാമത്തിൽ നിന്ന് നിർമ്മിച്ചു നൽകിയത്. 40 വർഷമായി മൺപാത്ര നിർമ്മാണം തുടർന്നു വരുന്നവരും ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മൺപാത്ര നിർമ്മാണം എല്ലാ കുലത്തൊഴിലും പ്രതിസന്ധിയിൽ തന്നെയാണ്. കാരണം ഒന്നാമത് പഠിച്ചെടുക്കാൻ്റെ പുതിയ തലമുറ താല്പര്യം വരുന്നില്ല. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ അതിൻ്റെ വിപണനം. ഇപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞാൽ എഡ്യൂക്കേഷനിലായിട്ടാകുമ്പോൾ ആൾക്കാർക്ക് പുതിയ തൊഴിൽ മേഖലകളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് പുതിയ തലമുറ ആർക്കും ഇങ്ങനത്തെ പരമ്പരാഗത കുലത്തൊഴിൽ പഠിച്ചെടുക്കാനുള്ള താല്പര്യമില്ല. കേരളത്തിൽ നിന്ന് നിരവധി തനത് ഉൽപ്പന്നങ്ങൾ ഭൗമസൂചിക പദവിയിൽ ഉൾപ്പെട്ട കൂട്ടത്തിലേക്ക് കാസർഗോഡ് സാരിക്ക് ശേഷം എരികുളം മൺപാത്രങ്ങളും ഉടൻ ഇടം നേടുമെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഭൗമസൂചിക പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന കേരളത്തിലെ ഏക മൺപാത്ര വ്യവസായമായി മാറും എരികുളത്തെ മൺപാത്ര നിർമ്മാണം. ഈ വിഷുക്കാലത്തും അധ്വാനത്തിൻ്റെ ആത്മാഭിമാനത്തിലാണ് എരിക്കുളത്തെ മൺപാത്ര തൊഴിലാളികൾ. കൃഷ്ണേട്ടനെ പോലെ നിരവധി പേർ ഒരു കാലത്ത് എരിക്കുളത്ത് മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നെങ്കിലും അതൊക്കെ ഇന്ന് ഈ ഗ്രാമത്തിൻ്റെ ഓർമ്മ മാത്രമാണ്. എരിക്കുളത്തുനിന്നും ക്യാമറമാൻ ജെറിനോടൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.